സൈഫുന്നീസ കൂടി ചേരുന്നു. വിവരങ്ങൾ നൽകാൻ സൈഫുന്നീസ, ഇപ്പോൾ 4:30 കൂടി കാണാതെ എന്ന് പറയുമ്പോൾ മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്ന വളരെ നിർണായക സമയമാണിത്. കുഞ്ഞിനെ എത്രയും വേഗം കണ്ടെത്തുക എന്നത് മാത്രമാണ് നമുക്കും പോലീസിന് മുൻപിലുള്ള കാര്യം. ഈ കുഞ്ഞിൻ്റെ അമ്മ ചോദ്യം ചെയ്യലിൽ ചില പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതായി പോലീസ് പറയുന്നുണ്ടല്ലോ സൈഫുന്നീസ. തീർച്ചയായും ഈ കുട്ടിയെ തേടിയുള്ള അന്വേഷണത്തിലാണ് പോലീസും ഒപ്പം തന്നെ നാട്ടുകാരും അടക്കമുള്ളവർ 6 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഈ കുഞ്ഞിനെ കാണാതായിട്ട് വൈകിട്ട് 4:00 അംഗൻവാടിയിൽ നിന്ന് അമ്മ വിളിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴി. 3 വയസ്സുകാരിയാണ്. നീല ജീൻസും ഒപ്പം തന്നെ പിങ്ക് കളറുള്ള ടോപ്പുമായിരുന്നു ഈ കാണാതാകുന്ന സമയത്ത് കുട്ടി ധരിച്ചിരുന്നത്. തിരുവാങ്കുളത്ത് നിന്ന് ആലുവ ഭാഗത്തേക്ക് അമ്മയുടെ ഒപ്പം യാത്ര ചെയ്യുകയായിരുന്നു. തിരുവാങ്കുളത്ത് നിന്ന് ആലുവ ഭാഗത്തേക്ക് അമ്മയോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. മറ്റക്കുഴി സ്വദേശിയായ കല്യാണിയാണ് ഈ കുഞ്ഞിനെയാണ് കാണാതായത്. ഇന്ന് വൈകിട്ടാണ് അമ്മ വീട്ടിൽ നിന്ന് അച്ഛന്റെ വീട്ടിലേക്ക്, അതായത് ആലുവയിലുള്ള അച്ഛന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് കാണാതാകുന്നത്. ബസ്സിൽ വെച്ച് കാണാതായി എന്നാണ് ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ തിരുവാങ്കുളം മുതൽ ആലുവ വരെയുള്ള റൂട്ടിലുള്ള എല്ലാ ഭാഗങ്ങളിലും പോലീസിന് പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ആലുവ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും പരിസര പ്രദേശങ്ങളും റെയിൽവേ സ്റ്റേഷനും എല്ലാം കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം തുടരുന്നുണ്ട്. സിറ്റി പോലീസും ഒപ്പം തന്നെ റൂറൽ പോലീസും സംയുക്തമായാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. 2 റൂറലിന്റെയും സിറ്റി പോലീസിന്റെയും നേതൃത്വത്തിൽ പരിശോധന പല ഭാഗങ്ങളിലായി ജില്ലയുടെ നടക്കുകയാണ്. ശക്തമായ മഴയും തുടരുന്നുണ്ട്. അത് അന്വേഷണത്തിന് കുറച്ചുകൂടി വെല്ലുവിളിയാകുന്നുണ്ട്. ഒപ്പം തന്നെ അമ്മയുടെ മൊഴി പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അമ്മ പറയുന്നത്. കുറച്ച് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളാണ് അമ്മ എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ കുറച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്തതിന്റെ ഒരു വെല്ലുവിളി കൂടി പോലീസിന് ഉണ്ട്. എന്തായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ വെച്ചും CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. തിരുവാങ്കുളം മുതൽ ആലുവ വരെയുള്ള ഭാഗങ്ങളിൽ പല ഭാഗങ്ങളിലായി പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ കുഞ്ഞിനെ കണ്ടെത്താനാകും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. കാരണം ഈ ബസ്സിൽ യാത്ര ചെയ്ത് ഏത് ബസ്സിലാണെന്നറിയണം. ഈ കണ്ടക്ടറുടെ അല്ലെങ്കിൽ ഡ്രൈവറുടെ അടക്കമുള്ളവരുടെ വിവരങ്ങൾ തേടണം. ഈ കുട്ടി ബസ്സിലുണ്ടായിരുന്നോ, അതെയോ തിരുവാങ്കുളത്ത് നിന്ന് തന്നെ കാണാതെ പോയോ, അത് ബസ്സിൽ വെച്ച് ഏതെങ്കിലും സ്റ്റോപ്പിൽ ഈ കുട്ടിയെ മറ്റാരെങ്കിലും കയ്യിൽ പിടിച്ച് ഇറക്കിക്കൊണ്ടുപോയോ, അങ്ങനെയുള്ള പല സംശയങ്ങളും പോലീസിനുണ്ട്. ഇതിലെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമ്മയുടെ മൊഴി മാത്രം വിശ്വാസത്തിലെടുത്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പരിസരവാസികളുടെയും ഈ ബസ്സിലുണ്ടായിരുന്നവരുടെയും എല്ലാം തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഈ കൃത്യമായ വിവരം ഏത് ബസ്സിലാണ് കയറിയത് നടക്കുമുള്ള കാര്യങ്ങൾ അടക്കം കൃത്യമായ വിവരം അമ്മയുടെ ഭാഗത്ത് ലഭിക്കാത്തത് കൊണ്ട് അന്വേഷണം ആദ്യഘട്ടത്തിൽ വലിയ വെല്ലുവിളി നേരിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം പോലീസിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 7 മണിക്കൂറിലേക്ക് ആകുന്നു ഈ കുഞ്ഞിനെ കാണാതായിട്ട്. 3 വയസ്സുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ വീടോ അങ്ങനെ മറ്റു കാര്യങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു പ്രായത്തിലുള്ള കുട്ടിയല്ല. അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. എങ്കിൽ പോലും പോലീസ് പല സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സൈഫുന്നീസ, ഒരു CCTV ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. നമ്മളത് പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സ്ക്രീനിൽ കാണുന്നത് അമ്മയോടൊപ്പം കുഞ്ഞിനെ തോളിൽ എടുത്തു കൊണ്ടുപോകുന്ന അമ്മയാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇളം പിങ്ക് ടീഷർട്ടും നീല ജീൻസുമാണ് കുഞ്ഞ് ധരിച്ചിരിക്കുന്നത്. പോലീസ് ഏതെല്ലാം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? റെയിൽവേ സ്റ്റേഷൻ അടക്കം എറണാകുളം ജില്ല മുഴുവൻ വ്യാപിപ്പിക്കുന്നുണ്ട് അന്വേഷണം. ഏതെല്ലാം സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചാണ് അന്വേഷണം നടത്തുന്നുണ്ട്? തീർച്ചയായും എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും അന്വേഷണം നടക്കുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളിലൂടെയും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരുവാങ്കുളം, തൃപ്പൂണിത്തുറ ഭാഗങ്ങൾ എന്ന് പറയുന്നത് സിറ്റി പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന ഭാഗങ്ങളാണ്. അവിടെ നിന്ന് ആലുവ ഭാഗത്തേക്ക് പോയാൽ, കളമശ്ശേരി പിന്നിട്ട് കഴിഞ്ഞാൽ ആലുവ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് റൂറൽ പോലീസിന്റെ അന്വേഷണ പരിധിയിലുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ പോലീസ് മേധാവി, റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെയും ഒപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുടെയും ഒരു കൃത്യമായ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സംഘങ്ങളായി തിരിഞ്ഞ് തിരുവാങ്കുളം മുതൽ ആലുവ വരെയുള്ള ഭാഗങ്ങളിൽ കൃത്യമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. ബസ് സ്റ്റോപ്പുകൾ കേന്ദ്രീകരിച്ചും ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും എല്ലാമാണ് അന്വേഷണം നടക്കുന്നത്. ഈ കുട്ടിയെ അംഗനവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അംഗൻവാടിയിൽ നിന്ന് കുട്ടി അമ്മയോടൊപ്പം പോകുന്ന CCTV ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട്. ഇതിൽ ഈ കൃത്യമായ കുട്ടിയുടെ ഡ്രസ്സും എല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട്. കുട്ടിയുടെ ഫോട്ടോ ഇപ്പോൾ തന്നെ പല ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഈ കുട്ടിയുടെ
കുട്ടിയുടെ ഫോട്ടോ തിരിച്ചറിയുവാനായി കൈമാറിയിട്ടുണ്ട്, വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്, കുട്ടിയുടെ വസ്ത്രം ഏതായിരുന്നു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുട്ടിയെ കണ്ടെത്താനാകുമെന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രതീക്ഷ. ഫിനിസ, നമ്മൾ നേരത്തെ ഈ കുഞ്ഞിൻ്റെ ബന്ധുക്കളുമായി അച്ഛൻ്റെ സഹോദരനുമായൊക്കെ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇതിനു മുൻപും ഈ കുഞ്ഞിനെ അമ്മയോടൊപ്പം തനിച്ച് കുഞ്ഞ് പോയിട്ടുണ്ടെന്നാണ്. പക്ഷെ അതൊന്നും അന്ന് വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. ഈ അമ്മയ്ക്ക് മാനസിക വെല്ലുവിളി ഉള്ളത് കൊണ്ട് തന്നെ അമ്മയുടെ കൂടെ പരമാവധി കുട്ടിയെ വിടാതിരിക്കാൻ ബന്ധുക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും ഏത് സാഹചര്യത്തിലാണ് അമ്മയോടൊപ്പം ഈ കുട്ടി ഇപ്പോൾ ബസ്സിൽ ഇത്രയധികം ദൂരം, അതായത് തിരുവാങ്കുളം മുതൽ ആലുവ വരെ എന്ന് പറയുന്നത് ഒരു നീണ്ട ദൂരം തന്നെയാണ്. സിറ്റി പരിധിയിലാണെങ്കിൽ പോലും വലിയ ദൂരത്തിൽ തന്നെയാണുള്ളത്. അപ്പോൾ അത്രയും ദൂരം ഇങ്ങനെ ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന കൃത്യമായ കാര്യങ്ങൾ ചെയ്യുവാനോ അതല്ലെങ്കിൽ ഓർത്തെടുക്കുവാനോ കഴിയാത്ത ഒരു അമ്മയോടൊപ്പം കുട്ടിയെ വിടാൻ സാധ്യതയില്ല. പക്ഷെ ഏത് സാഹചര്യത്തിലാണ് അമ്മ അംഗൻവാടിയിൽ പോയി കുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി അവിടെ നിന്ന് ബസ് കയറി വന്നത് എന്നുള്ളതാണ് പോലീസിനെ സംശയിക്കുന്നത്. എന്തായാലും ബന്ധുക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ മൊഴികളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ CCTV മാത്രമല്ല, ഈ വരുന്ന വഴികളിലെല്ലാം തന്നെയുള്ള CCTV, അതായത് ഏത് ബസ്സിലാണ് അവർ കയറിയത്, ഏത് ബസ് ആണ്, ആ ബസ് ഏതെല്ലാം ഭാഗത്തൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, ഓരോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ CCTV ദൃശ്യം എന്നത് സൈഫിനിസ്, ഒരു നിമിഷം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന CCTV ദൃശ്യം എന്നത് കുഞ്ഞിനെ അംഗനവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുന്ന ദൃശ്യമാണല്ലേ? അതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്മ കുട്ടിയെ ഒരു ബാഗ് ഉണ്ട്, അതായത് വൈകിട്ട് സമയമാണ് 3:20 അമ്മ കുട്ടിയെ എളിയിലിരുത്തിക്കൊണ്ട് പോകുന്ന ഒരു CCTV ദൃശ്യമാണ്. തീർച്ചയായും അത് ബാഗുണ്ട്, അമ്മയുടെ തോളിൽ ഈ കുഞ്ഞിന്റെ ഒരു ബാഗുമുണ്ട്. അപ്പോൾ അത് അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നാണ്, വിളിച്ചുകൊണ്ട് വരുന്നതാണ്. പക്ഷെ ആ സമയം ഇപ്പോൾ CCTV ദൃശ്യത്തിലുള്ള സമയം എന്ന് പറയുന്നത് 3:20 അങ്ങനെയാണെങ്കിൽ ഒരു 3:15 കൂടിയെങ്കിലും ഈ അംഗൻവാടിയിൽ നിന്ന് കുട്ടിയെ അമ്മ കൊണ്ടുപോയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ 7 മണിക്കൂറും പിന്നിട്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെ 4.5 മണിക്കൂറല്ല, 4:30ക്കല്ല, 3:15 കൂടി തന്നെ അമ്മ ഈ കുഞ്ഞിനെയും കൊണ്ട് അംഗൻവാടിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ബസ് കയറിയിട്ടുണ്ടാകും. അതനുസരിച്ച് ഈ CCTV ദൃശ്യം മാത്രമല്ല, ഇനി പല CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കും. ഓരോ ബസ് സ്റ്റോപ്പുകളിലും ഏത് ബസ്സിലാണ് അവർ കയറിയത്, ഓരോ ബസ് സ്റ്റോപ്പുകളിലും ആരൊക്കെയാണ് ഇറങ്ങിയത്, അവിടെ എവിടെയെങ്കിലും കുട്ടി ഇറങ്ങിയിട്ടുണ്ടോ, അതല്ല എങ്കിൽ ഈ ബസ് എവിടെയെല്ലാം പോയിട്ടുണ്ട്, ഏതെല്ലാം ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, ആലുവ ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷമാണോ കുട്ടിയെ കാണാതായത് എന്നടക്കമുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്.